ഹായ് ഹലോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ എന്താണെന്ന് വെച്ചാൽ എൻ്റെ അമ്മ എപ്പോഴും എന്നോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. എന്തെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് ഒരുങ്ങിയൊക്കെ നടക്കുമ്പോൾ കുറച്ച് ലിപ്സ്റ്റിക് ഇച്ചിരി കൂടുതലൊക്കെ ഇടുമ്പോഴത്തേന് എൻ്റെ അമ്മ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, എന്തിനമ്മളൊന്ന് ഇത്രയും ലിപ്സ്റ്റിക് ഒക്കെ വാരി ഇടുന്നത്, നാട്ടുകാരുണ്ടോ എന്തോ പറയും എന്ന് എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ. അപ്പം അങ്ങനെ ഈ അമ്മ ആ ചോദിച്ച ചോദ്യത്തിന് എൻ്റെ ഒരു ഉത്തരം എനിക്ക് പറയാനുള്ളത് എന്തെന്ന് വെച്ചാൽ അതാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കേട്ടോ. എന്താന്ന് വെച്ചാൽ അമ്മ ഈ പറഞ്ഞ ചോദ്യത്തെ പറ്റി അല്ലെങ്കിൽ അമ്മ എന്നോട് ചോദിച്ച ഈ ഒരു കാര്യത്തെ പറ്റി ഞാനും എൻ്റെ കുഞ്ഞിലെ ഞാനിത് ഒക്കെ ആലോചിച്ചിട്ടുണ്ട് കേട്ടോ. ഞാനൊരു ഗ്രാമത്തിലാണ് കേട്ടോ വളർന്നത്. എന്നുവെച്ചാൽ ഗ്രാമത്തിൽ എന്ന് വെച്ചാൽ ഒരു ഇത്ര ഏക്കറിൽ കുറച്ച് ആൾക്കാർ താമസിക്കുന്നത് ആണല്ലോ ഒരു ഗ്രാമം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ പറയുക, ഈ ഗ്രാമത്തിൽ താമസിക്കുന്ന സമയത്ത് ഞാൻ പണ്ട് ആലോചിച്ചിട്ടുണ്ട്. കാരണം നമ്മൾ അന്ന് സിനിമയും ഇതൊക്കെ കാണുമ്പോൾ നമ്മൾ എന്നുവെച്ചാൽ നടിമാരൊക്കെ നല്ല ഒരുങ്ങിയൊക്കെ നടക്കുന്ന സമയത്ത് നമ്മൾ ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ ഇതേപോലെയൊക്കെ ഒരുങ്ങി നടക്കാൻ പറ്റിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ നമുക്ക് അങ്ങനൊന്നും ചെയ്യാനൊരു ഒരു ധൈര്യം ഉണ്ടായിരുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ അമ്മ ഇപ്പൊ ചോദിച്ച ചോദ്യം പോലെ മറ്റുള്ളവരെന്ത് വിചാരിക്കും, ഞാൻ അങ്ങനെ ഡ്രസ്സ് ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ മേക്കപ്പ് ചെയ്താൽ അല്ലെങ്കിൽ ഞാൻ ഇച്ചിരി ലിപ്സ്റ്റിക് ഇട്ടാൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കും എന്ന് ചിന്തിച്ച് ജീവിച്ചൊരു സമയം ഉണ്ടായിരുന്നു എനിക്ക് കേട്ടോ. പക്ഷെ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നില്ലേ? ഇല്ല, നീ ഇപ്പൊ തീരെ അതിനെപ്പറ്റി ബോധവടെ അല്ല. കാരണം എന്ന് വെച്ചാല് അങ്ങനെ ജീവിക്കുന്നതുകൊണ്ട് നമുക്ക് അതിലൊരു സന്തോഷം കിട്ടുന്നത്. പണ്ടൊക്കെ നമ്മൾ ഒരു ജീൻസോ ടോപ്പോ ഒക്കെ ഇടുമ്പോൾ തന്നെ 100 പ്രാവശ്യം ആലോചിക്കും, ഇത് ഇട്ടാൽ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവരെന്നെ പറ്റി എന്ത് ചിന്തിക്കും, അല്ലെങ്കിൽ അവരെന്നെ പറ്റി എന്തായിരിക്കും വിചാരിക്കുക എന്നൊക്കെ വിചാരിച്ചിട്ടൊരു സമയമൊക്കെ ഉണ്ടായിരുന്നല്ലോ. ആ ഒരു സമയം എനിക്കുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അങ്ങനെ ചിന്തിച്ചിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഞാൻ ഇപ്പൊ അതിനെപ്പറ്റി ചിന്തിക്കുന്നുള്ളത് വെച്ചാൽ കുറച്ച് ബോധവും വിവരവും അറിവൊക്കെ വന്നതിന് ശേഷം എനിക്ക് അതിനെപ്പറ്റി ഞാനിപ്പം കൂടുതൽ ചിന്തിക്കാറേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു ലൈഫേ ഉള്ളൂ അല്ലേ, ഒറ്റ ലൈഫേ ഉള്ളൂ. ആ ലൈഫിൽ നമുക്ക് ഇഷ്ടപ്പെട്ട പോലെ നമുക്ക് ജീവിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മൾ എപ്പോഴാണ് ഇതിനെപ്പറ്റിയൊക്കെ ജീവിക്കാം, അല്ലെങ്കിൽ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള പോലെ നമുക്ക് ജീവിക്കാൻ എന്നാണ് സാധിക്കുക എന്ന് ഞാൻ ഇപ്പം ആലോചിക്കും. അപ്പം ഞാൻ കൂടുതൽ അതിനെപ്പറ്റി ഇപ്പം മറ്റുള്ളവർ എന്ത് ചിന്തിക്കും, ഇവരെന്ത് ചിന്തിക്കും എന്ന് ഞാൻ ചിന്തിക്കാറേ ഇല്ല. കാരണം എന്ന് വെച്ചാൽ അങ്ങനെ ചിന്തിച്ചാൽ നമുക്ക് ഈ ലോകത്തിന് ജീവിക്കാനേ പറ്റില്ല, നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് അമ്മ എപ്പോഴും ഞാൻ ഇപ്പം കുറച്ച് ലിപ്സ്റ്റിക് കൂടുതലിടുമ്പോൾ അമ്മയായാലും അച്ഛനായാലും ചോദിക്കാറുണ്ട്, എന്തിനാ ഇത്രയൊക്കെ വാരി ഇടുന്നത്, ഇതിന്റെ ആവശ്യം എന്താണെന്നൊക്കെ ചോദിക്കും. ഞാൻ പറയും അതെന്താണ്, ഞാൻ അങ്ങനെ ഇട്ടോ, എന്റെ ഇഷ്ടം, ഞാൻ എങ്ങനെ ഇരിക്കണം, ഞാൻ എങ്ങനെ ജീവിക്കണം, ഞാൻ എങ്ങനെ നടക്കണം എന്ന് ഞാനാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു വിചാരിക്കേണ്ട കാര്യം എനിക്കെന്താണ്? കാരണം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട പോലെയാണ് ഞാൻ ജീവിക്കുന്നത് അല്ലേ. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയാണോ ജീവിക്കുന്നത്? അല്ല. എനിക്കും എൻ്റെ ഫാമിലിക്കും എൻ്റെ ഹസ്ബൻഡിന്റെ വീട്ടുകാർക്കും ഇല്ലാത്ത പ്രശ്നം നാട്ടുകാർക്ക് തോന്നേണ്ട ഒരു ആവശ്യമില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരുങ്ങി നടക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ നന്നായിട്ട് ഒരുങ്ങി തന്നെ നടക്കണമെന്നാണ് ഞാൻ പറയത്തുള്ളൂ. കാരണം നമുക്ക് ഈ ഒരു പ്രായത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ. നമ്മളൊരു 50-ാമത്തെ വയസ്സിലോ ഒരു 60-ാമത്തെ വയസ്സിലോ നമ്മൾ ഇതൊക്കെ ചെയ്ത് നടന്നെന്ന് വെച്ചോ, അപ്പൊ എന്താണ് നാട്ടുകാർ പറയാൻ പോകുന്നത്? അയ്യോ, ഈ വയസ്സാം കാലത്തൊക്കെ വേറെ ജോലിയില്ലേ, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് ഇട്ടോ, വയസ്സാം കാലത്തൊക്കെ അങ്ങനത്തെ ഡ്രസ്സായിട്ടുണ്ട്. ഇത് നല്ല സമയത്തും പറയും, മോശ സമയത്തും പറയും. ഇത് നമ്മൾ കുറച്ച് വയസ്സായാലും പറയും, നമ്മൾ ഇപ്പൊ ചെയ്താലും ഇതിനെപ്പറ്റി എല്ലാരും പറയില്ല. അല്ലെ, അമ്മയെ തല്ലിയ രണ്ടുണ്ട് ഭാഗം എന്ന് പറയുന്ന കണക്കാണ്. നമ്മൾ എപ്പോൾ ചെയ്താലും കുറ്റം പറയേണ്ടവർ കുറ്റം പറഞ്ഞുകൊണ്ടേയിരിക്കും, നല്ലത് പറയേണ്ടവർ നല്ലത് പറഞ്ഞുകൊണ്ടേയിരിക്കും. നമ്മൾ ഇവരെ പറ്റി ഒന്നും ചിന്തിക്കാതെ നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമ്മൾ ജീവിച്ചു പോവുക എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ എന്തുവാ പറയുന്നേ, ഇപ്പം സിറ്റിയിലോട്ടൊക്കെ ജീവിക്കുന്ന കുട്ടികളാകുമ്പോൾ കൂടുതലും അവരിതിനെ പറ്റിയൊക്കെ കുറച്ച് ചിന്തിക്കുന്നവരായിരിക്കത്തില്ല. കാരണം എന്ന് വെച്ചാൽ അവർ രാവിലെ പോകുന്നു, അവരവരുടെ കാര്യം നോക്കി പോകുന്നു. സിറ്റിയിലുള്ളവർ അപ്പുറത്തും ഇപ്പുറത്തും ആരാന്ന് പോലും അവർക്കറിയില്ല താമസിക്കുന്നത്. അപ്പൊ എല്ലാവരും അവരവരുടെ കാര്യത്തിൽ മുഴുകി അവരവരുടെ കാര്യങ്ങൾ നോക്കി പോവുക. പക്ഷെ ഗ്രാമത്തിലുള്ളവർ അങ്ങനെയല്ല. അവരെങ്ങോട്ട് പോകുന്നു, അവരെവിടെ എന്ത് ചെയ്യുന്നു, അവരെന്ത് ചെയ്തോണ്ടിരിക്കുന്നു, അല്ലെങ്കിൽ അവരാരോട് സംസാരിക്കുന്നു, അവരാരോട് മിണ്ടുന്നു, അല്ലെങ്കിൽ അവരാരോടും ഒപ്പം പോകുന്നു, ഇതൊക്കെയാണ് നാട്ടിലുള്ള എന്നുവെച്ചാൽ ഗ്രാമങ്ങളിൽ താമസിക്കുന്നവർ കൂടുതലും ചിന്തിക്കുന്നത്. അപ്പൊ നമ്മൾ അതിനെപ്പറ്റി നിന്നിട്ടോ നമ്മൾ അയ്യോ അവര് നമ്മളെ പറ്റി അങ്ങനെ ചിന്തിക്കുമല്ലോ എന്ന് ചിന്തിച്ചിട്ട് ഒരു കാര്യമില്ലെന്ന് ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഒരുങ്ങി നടക്കാൻ ഇഷ്ടമുള്ളവർ ഒരുങ്ങി തന്നെ നടക്കുക. ഇനി അതല്ല, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണല്ലോ. ഇപ്പൊ നമുക്ക് മേക്കപ്പ് കൂടുതലിട്ട് നടക്കണമെന്ന് തോന്നും, ചിലപ്പോൾ ഡ്രസ്സ് നമുക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ നമുക്ക് ധരിക്കണമെന്ന് തോന്നും, അതുപോലെ തന്നെ മുടി വെട്ടണം എന്ന് നമുക്ക് തോന്നും. അപ്പൊ നമുക്ക് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത് അതുപോലെ ജീവിക്കാൻ നോക്കുക. അപ്പൊ എൻ്റെ അമ്മ പറഞ്ഞൊരു ഉത്തരത്തിന് ഒരു മറുപടിയാണ് എനിക്ക് ഇത് പറയാനുള്ളത്. ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത്, എനിക്ക് ഒരു ലൈഫേ ഉള്ളൂ. ആ ലൈഫിൽ ഞാൻ എന്നെ തന്നെയാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്. ഞാൻ എന്നെ തന്നെ ഒരുങ്ങി നടക്കാനും
എനിക്കിഷ്ടപ്പെട്ട ഡ്രസ്സ് ഇടാനും അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം ഞാനിപ്പം എൻ്റെ ഇഷ്ടത്തിനാണ് ഞാൻ ജീവിക്കുന്നത്. ഞാനിപ്പോൾ മറ്റുള്ളവരെ പറ്റി ചിന്തിക്കാറില്ല. എനിക്കിഷ്ടമുള്ള കണക്കാണ് ഞാൻ ചെയ്യുന്നത്, ഞാൻ മുന്നോട്ട് പോകുന്നതും അങ്ങനെ തന്നെയാണ്. അപ്പോൾ എന്തുവാ, എൻ്റെ ഈ വീഡിയോ ആരെങ്കിലും കാണുന്നവർ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾ കളഞ്ഞേക്കുക. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് ജീവിക്കാൻ നിങ്ങൾ ശ്രമിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ ഒരു കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക. മനസ്സിലായില്ലേ? നിങ്ങളെ തന്നെ സ്നേഹിക്കുക. അപ്പം നിങ്ങൾക്ക് ഒരു എന്താ പറയുക, നമുക്ക് നമ്മളെ പറ്റി ഒരു അഭിമാനം ഉണ്ടാവണം അല്ലേ? അതല്ലേ നമുക്ക് ആദ്യം വേണ്ടത്. എന്നാലല്ലേ മറ്റുള്ളവർ നമ്മളെ ബഹുമാനിക്കാനും നമ്മളെങ്ങനെയാണോ അങ്ങനെ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കുന്ന ആൾക്കാരുണ്ടാകത്തുള്ളൂ. ഓക്കെ, അപ്പോൾ എനിക്ക് ഇതിനെപ്പറ്റി ഇത്രേ സംസാരിക്കാനുള്ളൂ. അപ്പം അതുപോലെ എനിക്കിപ്പോൾ കൂടുതലും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് എന്ന് വെച്ചാൽ ജീൻസും ടോപ്പൊക്കെ കേട്ടോ. അപ്പോൾ കൂടുതലും ഞാനിപ്പോൾ അതാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ ദേഹം എനിക്ക് വൾഗറായിട്ട് ആരെയും കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ വൾഗറായിട്ട് എനിക്ക് തോന്നുന്ന ഡ്രസ്സുകൾ ഞാൻ ഇടാം. എനിക്കിപ്പോൾ കോൺഫിഡൻസ് ഇല്ലാത്ത ഒരു ഡ്രസ്സ് ഞാൻ ധരിക്കാറില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടമുള്ള ഒരു ഡ്രസ്സ് അല്ലെങ്കിൽ ഇഷ്ടമുള്ള മേക്കപ്പ്, ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്താണ് ഞാനിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ എനിക്ക് മറ്റുള്ളവർ എന്ത് ചിന്തിക്കുന്നു എന്ന് കരുതി ജീവിക്കാൻ എനിക്കിപ്പോൾ തോന്നാറില്ല. കാരണം എന്ന് വെച്ചാൽ ഇവരെല്ലാം ചിന്തിച്ചിട്ട് അല്ലെങ്കിൽ നമ്മളെ പറ്റി ഇന്ന് കുറ്റം പറയുന്നത് നാളെ നമ്മളെ പറ്റി നല്ലത് പറയുന്നൊരു സമയം വരും. അപ്പം അതുകൊണ്ട് മറ്റുള്ളവർ എന്തോന്നോ പറഞ്ഞുകൊണ്ട് പോട്ടെ, അവരവരുടെ കാര്യം ചെയ്തു പോട്ടെ. അപ്പം എനിക്ക് ഇത്ര ഇതിനെക്കുറിച്ച് പറയാനുള്ളൂ. അപ്പം നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ അതെല്ലാം മറന്നേക്കും. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കാൻ ശ്രമിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെയും കാണാം. ബൈ.